ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബീട്രൂട്ട് വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തൊന്ന് നന്നായി ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്കുള്ള ഒരു നുള്ളു ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിൽ അല്പം ദോശ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് നമുക്ക് ബീട്രൂട്ട് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശ ബാറ്റർ നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിന് മുകളിൽ അല്പം ഗീ കൂടെ ചേർത്ത് കൊടുക്കാം. ഗീയോ ഓയിലോ വേണമെങ്കിലും നമുക്കതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ അടുത്ത ദോശയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ അല്പം ഗീ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിൽ ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗിപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അല്പം ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ രീതിയിലും ബീട്രൂട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. എഗ്ഗും ബീട്രൂട്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ദോശ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ബീട്രൂട്ട് ദോശ റെഡി ആയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എഗ്ഗ് ചേർത്തിട്ടും ചേർക്കാതെ 2 ടൈപ്പിൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.